അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്ക്. ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ കണ്ടാലോ. ഇന്ന് ജീരകശാല അരി വെച്ച് കണ്ണൂരിൻ്റെ സ്പെഷ്യലാണ് ഇത്. അത് 1 കപ്പ് ജീരകശാല അരി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ചെറിയ ഉള്ളിയും പിന്നെ 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ, തരിയൊന്നുമില്ലാതെ. അങ്ങനെ ഇതാ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്, ഈ ഒരു കട്ടിയിൽ. ഇനി വേവിച്ച് വെച്ച ബീഫ് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചായിരുന്നു. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് അതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. ഇനി ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ സബോള ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേ. ഇറച്ചി ഉപ്പിട്ട് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഉപ്പ്. പിന്നെ മസാലപ്പൊടികളും ചേർത്തു. ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല അല്പം, ഇതൊക്കെ ചേർത്ത് അതിനുശേഷം അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബീഫും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വാങ്ങാം. അപ്പം ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആദ്യം കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. നടുക്ക് അല്പം ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കും. ഇനി അടുത്ത തട്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഫുൾ മാവ് ഇതുപോലെ ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇനി അങ്ങനെ ഫുള്ളായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം മുളക് പൊടിയും ഉപ്പും അല്പം വെള്ളം ചേർത്ത് മീനൊക്കെ പുരട്ടുന്ന പോലെ അതുപോലെ ചെയ്തെടുക്കണേ. ഇനി അപ്പം അതിനകത്തിട്ട് ആവി കയറ്റിയ അപ്പം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മുളക് പൊടിയിൽ ഒന്ന് ഇതാക്കിയെടുക്കുക, കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. ഇത് അനിയത്തി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അങ്ങനെ ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുകയാണ്. കൽമാസൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണിത്. അങ്ങനെ ഒരു വശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ സമൂസയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചാണ് സമൂസയും തയ്യാറാക്കിയെടുക്കുന്നത്, ഒത്തിരി ഓയിലൊന്നും മുക്കി പൊരിക്കാതെ. അങ്ങനെ നേരത്തെ തയ്യാറാക്കിയ നേരിയരിയും കൊണ്ടുണ്ടാക്കിയ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അത് കോരിയെടുക്കുവാണേ. ഇതിപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ജ്യൂസ് ആപ്പിളും ചെറിയ പഴവും കൊണ്ട് ഷേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ചായയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇഫ്താർ ഐറ്റംസ്. ഇക്കായും അച്ചുമോനൊക്കെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് പിന്നെ എനിക്കും കുഞ്ഞിനും മാത്രമേ വേണ്ടൂ. പിന്നെ അവർ വന്ന് കുറച്ച് കഴിക്കുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഇതേ നേരത്തെ തയ്യാറാക്കിയ ഐറ്റംസ് അടിപൊളിയാണ്. അങ്ങനെ പള്ളിയും കഴിഞ്ഞിക്കാലം വന്നിട്ടുണ്ട്, അവർ കഴിക്കുവാണ്. ഇത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ജീരകക്കഞ്ഞി. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും.